അഡ്വക്കേറ്റ് സേനാപതി വേണു, എന്താണ് നാട്ടുകാരുടെ വികാരം? ഈ നമ്മുടെ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം എല്ലാവരും ആശങ്കയിലാണ്. നിരവധി ഫോൺ കോളുകൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ വിഷയത്തെ കുറെ കൂടി ഗൗരവതരമായി സമീപിക്കേണ്ട ഒരു സമയമല്ലേ ഇത്? അല്ല, തീർച്ചയായും ഈ വയനാടിലെ ദുരന്തത്തെക്കാൾ മിനിഞ്ഞാന്ന ഇപ്പം മുമ്പ് പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചിട്ടുണ്ടാവും, തുംഗഭദ്രയിലുണ്ടായ സുർക്കി അതിന്റെ വാട്ടർ ഗേറ്റ് 19-ാം നമ്പർ ഗേറ്റ് തകർന്നു പോയത് അതോടുകൂടി വലിയ ആശങ്കയിലും ഉത്കണ്ഠയിലുമാണ് ഇടുക്കിയിലെ ജനങ്ങൾ. അപ്പൊ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്, ഇപ്പൊ ഞാനിപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം പറയേണ്ട ഒരു കാര്യമല്ല. 2012 വള്ളക്കടവിൽ നിന്ന്, ഇപ്പം ശ്രീ സോമനാഥൻ അറിയാം, വള്ളക്കടവിൽ നിന്ന് ഹൈക്കോർട്ട് ജംഗ്ഷൻ വരെ വലിയ മനുഷ്യച്ചങ്ങല, ആ മനുഷ്യച്ചങ്ങല പിടിച്ച് കൊല്ലരുതേ 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 എന്ന് ആക്രോശിച്ച ആളുകൾ അവരുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു, അല്ലെങ്കിൽ അന്ന് ചങ്ങലയിൽ ആദ്യത്തെ കണ്ണിയോ രണ്ടാമത്തെ കണ്ണിയോ ആയ ആള് പറയുന്നു, ഇപ്പൊ മുല്ലപ്പെരിയാർ സേഫ് ആണ്, സേഫ് ആകട്ടെ, അതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്, സേഫ് ആകണം. പക്ഷെ അത് സേഫ് ആണ് എന്നുള്ളത് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഇവിടെ ശ്രീ സോമനാഥൻ പറഞ്ഞ പോലെ ഈ മലയുടെ മുകളിൽ ഒരു സമുദ്രം, 176 അടിയാണ് അതിന്റെ ഉയരം. അതില് വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി അവർ പറഞ്ഞിരിക്കുന്നത് 152 ഇല്ലെങ്കിൽ 156. അപ്പോൾ ഈ സമുദ്രം ഇവിടെ നിലനിൽക്കുകയാണ്. ഇവിടെ എൻ്റെ ഒരു ലളിതമായ, അല്ലെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, ഇപ്പം പുതിയ ഡാമിന്റെ ഒരു നിർമ്മാണത്തെക്കുറിച്ച് ഇവിടെ ആരോ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ വളരെ ഖേദപൂർവ്വം അനിലിനോട് പറയട്ടെ, അല്ലെ പുതിയൊരു ഡാം അത് നിർമ്മാണം എൻ്റെ ഒരു വീക്ഷണത്തിൽ, ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വക്താവ് എന്ന നിലയിൽ പറയുമ്പോഴല്ല, എൻ്റെ ഒരു വീക്ഷണത്തിൽ, ഞാൻ ഇടുക്കിക്കാരനായതുകൊണ്ട് പറയുകയാണ്, പുതിയൊരു ഡാമിന്റെ നിർമ്മാണം അവിടെ സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇരിക്കുന്ന ഡാമിൽ നിന്ന് പുതിയ ഡാമിന്റെ സൈറ്റ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 300-400 മീറ്റർ താഴെയാണ്. അത് നിലവിലെ ഡാമിൽ നിന്ന് ഒരു 70 അടിയോളം താഴെയാണ്. അപ്പോ ഇപ്പോഴത്തെ ഡാമിന്റെ ഉയരം എന്ന് പറയുന്നത് 176 ആണെങ്കിൽ ഇനി 70 കൂടെ പോകുമ്പോഴേക്കും ഡാമിന്റെ ഉയരം എത്രയാകും? ഒന്ന്. ഇപ്പോഴത്തെ ഡാമിന്റെ നീളം എന്ന് പറയുന്നത് 1200 ആണ് എങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് താഴെ പണിയുമ്പോഴേക്കും അതൊരു 2000-ഓ 2200-ഓ ആകും എന്നുള്ളതാണ്. അപ്പോ വീണ്ടും ഈ ജലബോംബ് അടുത്ത 50 കൊല്ലക്കാലത്തേക്കായിരിക്കാം പുതിയ ഡാം നിർമ്മിക്കുന്നത്. ഒരു 10 കൊല്ലക്കാലം ഡാമിന്റെ നിർമ്മാണത്തിന് കാലതാമസം വരും. ആ 10 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ ഡാമിന്റെ വ്യാപ്തി കുറച്ചുകൂടി കൂടുക എന്നുള്ളതല്ലാതെ, ഇനി ഒരു 50 കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിന്റെ ഭീഷണി വരിക എന്നുള്ളതല്ലാതെ ഫലത്തിൽ മറ്റൊരു കാര്യവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോ പ്രായോഗികമായി, ഞാനൊരു എഞ്ചിനീയറോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു വിദഗ്ധനോ അല്ല. ഇവിടെ സോമനാഥൻ സാർ പറഞ്ഞ പോലെ മുല്ലപ്പെരിയാർ ഡാമിൽ ഒരിക്കൽ ജി കാർത്തികേയൻ സാറിനോടും PJ ജോസഫ് സാറിനോടും 40 മിനിറ്റ് നേരം ബോട്ടിൽ സഞ്ചരിച്ച് 4-5 മണിക്കൂർ നേരം ആ ഡാമും പരിസരവും നേരിട്ട് കാണാൻ അവസരം കിട്ടിയ ഒരാള് എന്ന നിലയിൽ, അതിന്റെ താഴോട്ടുള്ള ആ ഫീസിബിലിറ്റി ഇതെല്ലാം കാണാൻ ഒരു അവസരം കിട്ടിയ ആളെന്ന നിലയിൽ ഞാൻ പറയുന്നു, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പുതിയൊരു ഡാമിന്റെ നിർമ്മാണം അവിടെ പ്രായോഗികമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ എം നോട്ട് ആൻ എക്സ്പെർട്ട് ഇൻ ദാറ്റ് മാറ്റർ. അപ്പൊ എങ്കിലും ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പുതിയ ഡാമല്ല, ടണൽ നിർമ്മിക്കുക വേണ്ടത്. ഇനി ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ സോമനാഥൻ പറഞ്ഞതിനെ വീണ്ടും ഞാൻ അതിനെ ഒന്നുകൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കാം. അപ്പൊ തമിഴ്നാടിന് പ്രതിവർഷം വേണ്ട വെള്ളം, അല്ലെങ്കിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, കാരണം മാൻമെയ്ഡ് ആയ ടണലിൽ കൂടിയാണല്ലോ, ഈ 4 ഈ കുഴലിൽ കൂടിയാണ് അവർ കൊണ്ടുപോകുന്നത്. തമിഴ്നാട് പരമാവധി ഒരു വർഷം കൊണ്ടുപോകുന്ന വെള്ളം എന്ന് പറയുന്നത് 20 to 22 TMC ആണ്. അതിനപ്പുറത്തേക്ക് വെള്ളം കൊണ്ടുപോയാൽ അവർക്ക് സംഭരിക്കാനും പറ്റത്തില്ല, അതിനപ്പുറത്തേക്ക് വെള്ളം ഈ കുഴലിൽ കൂടെ പോകത്തുമില്ല. അപ്പൊ എന്റെ വിനീതമായ ഒരു ചോദ്യം, 20 to 22 TMC വെള്ളം ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള തമിഴ്നാട് ഈ 137 അടി വെള്ളം, അല്ലെ 144 അടി, അല്ലെ 152 അടി വെള്ളം ഈ മലമുകളിൽ സംഭരിച്ചു വെക്കണമെന്ന് എന്തിനവർ ശഠിക്കുന്നു? അപ്പൊ അതിന്റെ ഒരു പരിഹാരം, ഞാൻ CP റോയ് പറഞ്ഞ ഒരു കാര്യത്തെ ഇല്ല, മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതിയുടെ സമരത്തെ ഒന്നും തള്ളിക്കളയുന്നല്ല. ഇപ്പോ സോമനാഥ് ഇവിടെ പറഞ്ഞതാണ്, തേക്കടിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് 108 അടി ലെവലിലാണ് ഇപ്പൊ ടണല് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് 108 അടിയിൽ നിന്ന് അവനെ കുറച്ചുകൂടി ടണലിന്റെ എന്ന് പറഞ്ഞാൽ ഡെപ്ത് വർദ്ധിപ്പിച്ച് ഒരു 50 അടിയും കൂടെ താഴോട്ട് വെച്ചിട്ട് ഈ ടണൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ കൊണ്ടുപോകുന്ന ഈ വെള്ളം, അതായത് 108-ൽ നിന്നുള്ളത് ഒരു 80 അടിയിൽ നിന്നോ 70 അടിയിൽ നിന്നോ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഒരു 120 അടിയാക്കി നിർത്താനായിട്ട് കഴിയും. 120-ഓ 110-ഓ ആക്കി നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ
പെട്ടെന്ന് ഇപ്പൊ അവിടുത്തെ ഗ്രാവിറ്റി ഡാമാണ് താഴെ 144 അടി വ്യാപ്തിയിൽ 144.6 വ്യാപ്തിയിൽ നിന്നാണ് മുകളിലേക്ക് പോയി ഇത് 12 എത്തി നിൽക്കുന്നത്, 12 അടി വിസ്താരത്തിൽ. അപ്പോ ഇത് പിരമിഡ് പോലെ ഇത് പണിതിരിക്കുന്ന ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത് പാറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാറയ്ക്ക് ഒരു ക്ഷതവും സംഭവിച്ചിട്ടില്ല, പാറയ്ക്കകത്തുള്ള സുർക്കിയാണ് ഒഴുകി പോയിരിക്കുന്നത്. അപ്പോൾ ആ ഭീഷണി നിൽക്കുമ്പോൾ ഇതിന്റെ വെള്ളത്തിന്റെ അളവ് കുറച്ച് ഈ തമിഴ്നാട്ടിലേക്ക് പുതിയ ടണലുകൾ, കാരണം അന്ന് ടണൽ പണിയുമ്പോൾ മാൻമെയ്ഡ് ആണ്, അതിനകത്ത് മനുഷ്യപ്രയത്നത്താൽ തമിഴ്നാട്ടിൽ നിന്ന് ഈ എന്താ പറഞ്ഞ കൂലിപ്പണിക്കാർ വന്ന് അവരാണ് ഈ 6300 അടി നീളത്തിൽ ഈ ടണൽ പണിതിട്ട് പിന്നെ അവിടുന്ന് എറച്ചിൽ പാലത്തിന്റെ ഇപ്പുറത്തോടു കൂടി ഈ 4 കുഴലിലൂടെ പോകുന്നത്. എന്തുകൊണ്ട് 4 കുഴൽ 8 കുഴലാക്കിക്കൂടാ, അല്ലെങ്കിൽ അത് 12 ആക്കിക്കൂടാ? ഇതിനെ കുറച്ചുകൂടി താഴ്ത്തിയിട്ട് തമിഴ്നാട് സുലഭമായിട്ട് ആവശ്യമായിട്ട് ഒരു വെള്ളം കൊണ്ടുപോകട്ടെ. ഇവരെന്തിനാണ് ഈ വെള്ളം ഇങ്ങനെ നിറച്ച് മുകളിൽ വെച്ച് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്? തമിഴ്നാടിന് ആവശ്യമായ വെള്ളം അത് കിട്ടാനായിട്ട് ഈ ടണലിന്റെ എന്താ പറയുക ഇപ്പോഴത്തെ നിലയിൽ നിന്ന് അവനെ ഒരു 50 അടിയിലോ അല്ലെങ്കിൽ ഒരു 30 അടിയിലോട്ടോ താഴ്ത്തുന്ന ആ കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് അതിന്റെ ചർച്ചകൾ പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇടുക്കിക്കാർ ഞങ്ങളെ സംബന്ധിച്ച് ആവശ്യം എന്താ? ഈ വെള്ളം താഴ്ന്നു കിടക്കുക എന്നുള്ളതാണ്. വെള്ളം ഉയർന്നു കിടക്കുന്നതാണ് ഞങ്ങളുടെ ഭയം. കാരണം ഇത് വല്ല പൊട്ടിയും വന്ന. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു വിദഗ്ധൻ പറയുകയാണ്, കക്കി ഡാമിൽ നിന്ന് ടണലുണ്ടാക്കി. അത് എങ്ങനെയാ സാധ്യമാകുന്നത്? ഒരു മലയ്ക്കപ്പുറത്ത് ശബരിമല മല മുഴുവൻ കിടക്കുക, 46-47 കിലോമീറ്റർ മണ്ണിനടിയിൽ കൂടെ തുരക്കേണ്ടതായിട്ട് വരും. ഇനി ഭൂകമ്പത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞൊരു കാര്യം, അത് ഞാൻ അതിന്റെ വിദഗ്ധനല്ല, എങ്കിലും ഞാൻ പറയുന്നു, ഈ മലയ്ക്ക് അപ്പുറത്ത് എത്ര ഡാമുകളാണ് നിൽക്കുന്നത്? കക്കി, മൂഴിയാറ്, ശബരിഗിരി, പമ്പ, അങ്ങനെ ആനത്തോട്, എത്ര ഡാമുകൾ അവിടെ നിൽക്കുന്നത്? മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ഉയരത്തിൽ ഉള്ള ഡാമാണ് കക്കി ഡാം. അപ്പൊ ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇപ്പോഴുണ്ടായിരിക്കുന്ന പോലുള്ള പ്രളയം, അതല്ല എങ്കിൽ ഈ അതിവൃഷ്ടി, എന്താ പറഞ്ഞ നമ്മുടെ മേഘവിസ്ഫോടനം, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന് താങ്ങാൻ കഴിയുമോ? ഇതിന്റെ വെള്ളം തുറന്നു വിടാനായിട്ട് കഴിയുമോ? കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പം വിദഗ്ധന്മാർ പറയുന്നു. അപ്പം ഞാൻ അന്ന് കാർത്തികൻ സാറുമായിട്ട് പോയി ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അന്നത്തെ ചീഫ് എഞ്ചിനീയർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന്റെ ശരിയെത്തികളൊന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഈ ആങ്കറിങ്, സ്വീഡിഷ് ടെക്നോളജിയിൽ ആങ്കറിങ്, അതായത് 94 ഈ നമ്മൾ കുഴൽക്കിണർ തുറക്കുന്ന പോലെ തുരന്നിട്ട് അതിനകത്തേക്ക് കംപ്രസർ ഉപയോഗിച്ച് ഈ എന്താ പറഞ്ഞ സിമെന്റിന്റെ ഇത് അടിച്ചിറക്കിയിട്ട് അത് ബലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ 94 ഈ 1200 മീറ്റർ നീളത്തിൽ 94. അപ്പോൾ പിന്നെ അതിന്റെ സൈഡിലായിട്ട് നമ്മുടെ ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ എല്ല് തിരിച്ചിട്ടാൽ, ഇങ്ങനെയുള്ളത് തിരിച്ചിട്ടാൽ ഒരു കോൺക്രീറ്റ് ബീം അല്ലെങ്കിൽ ഒരു സമാന്തര ഡാം ഇതിനോട് ചേർത്ത് വെച്ചൊക്കെ പണിതിരിക്കുന്നു. അതൊക്കെ അദ്ദേഹം നമ്മളെ കാണിക്കുന്നു, കാണാം. പക്ഷേ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇത്രയും പുരാതനമായ ഒരു മനുഷ്യ നിർമ്മിതി നിലനിൽക്കുമോ എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇനി ഇതിന് തകരാറ് സംഭവിച്ചാൽ ആ ചോർച്ച മണിക്കൂറുകളോളം ചോർച്ചയായി, കാരണം ഇത് കല്ലാണ് ഇതിന്റെ മെറ്റീരിയൽ, ആ ചോർച്ചയിലൂടെ വെള്ളം ഇങ്ങനെ പോയി അതൊക്കെ താഴെ പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എവിടെയെങ്കിലും എത്തുവോ, വള്ളക്കടവിൽ എത്തുവോ എന്നുള്ളതൊക്കെ, അതൊന്നും നമ്മൾ അതിനകത്ത് പറയാൻ വിദഗ്ധരല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഈ ജില്ലയിൽ, എറണാകുളം ജില്ലക്കാർക്ക് അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ ഡാമിന് താഴെ താമസിക്കുന്ന ആളുകൾ, ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, തമിഴ്നാടിന് ആവശ്യമായ വെള്ളത്തിന് വേണ്ടി 20 to 22 TMC വെള്ളത്തിന് വേണ്ടി എന്തിനാണ് 137 അടിയിലും 140 അടിയിലും ഈ ഡാമിൽ വെള്ളം നിറച്ചിടുന്നത്? അവർക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുപോകുന്നതിന് ഈ ടണലിന്റെ എന്താ പറഞ്ഞ ഇതിന്റെ ഡെപ്ത് കുറച്ചുകൂടി താഴ്ത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ട് സുലഭമായിട്ട് ഏത് സമയത്തും വെള്ളം കൊണ്ടുപോകാം. ആ വെള്ളം ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്ക് മലയാളികൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല, അതെങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. കാരണം 108 എത്തിക്കഴിയുമ്പോൾ അത് എങ്ങോട്ടും ഒഴുക്കാൻ പറ്റാത്ത വെള്ളമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അവിടുത്തെ ഒരു ലിറ്റർ വെള്ളത്തെക്കുറിച്ചും മലയാളിക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ആകെയുള്ളത് തേക്കടിയിലെ ബോട്ടിംഗ് നടക്കും എന്നുള്ളത് മാത്രം. അപ്പോ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇടുക്കിക്കാർ ആവശ്യപ്പെടുന്നത്, ഇപ്പോഴത്തെ ജലനിരപ്പ് 137 നിന്ന് 120 അല്ലെങ്കിൽ അതിനും താഴെ കൊണ്ടുവരാൻ അതിനുള്ള പ്രായോഗികവും ശാസ്ത്രീയമായ മാർഗം എന്ത്? ആ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ ഡാമിന്റെ കരാറിനെ കുറിച്ചുള്ള തർക്കം, ഈ കരാറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, അതായത് ഒറിജിനൽ കോപ്പി അല്ലല്ലോ, കോപ്പിയിൽ നിന്ന് കോപ്പി എടുത്ത് വന്നിരിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ച പോലെ ഇവിടെ വെമ്പാക്കൻ രാമങ്കയ്യർ അദ്ദേഹം തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പുവെച്ചിരിക്കുന്നു എന്നൊക്കെ, അതിന്റെ സാങ്കേതികത്വം നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല. പക്ഷേ തിരുവിതാംകൂറിന് വേണ്ടി സർ CP രാമസ്വാമി അയ്യര് പല കരാറുകളിലും ഒപ്പുവെച്ചിരിക്കുന്നു. ഇതിനെതിരെ ഈ കരാറിനെതിരെ കോടതിയിൽ പോയ ആളുമാണ്. അദ്ദേഹം ദിവാനായിട്ടിരുന്നു, മുമ്പ് ദിവാനായിരുന്ന ആള്. ഇവിടെ സൂചിപ്പിച്ച പോലെ കുരുവിളയും പ്രിൻസും അവരൊക്കെ ഇതിന്റെ ഈ കരാർ പുതുക്കിയത് അച്യുതമേനോൻ. അതാണ് ഇതിന്റെ അകത്തെ കാര്യം. ഈ കരാറ് പുതുക്കുകയും
ഇത് 999 ആകുകയൊക്കെ ചെയ്തത് അതെങ്ങനെ അത്ഭുതമാണ്, മറിമായമാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതകരമാണ്. പക്ഷേ ഇവിടെ 35 ലക്ഷത്തോളം ഈ ഡാമിന്റെ താഴ്വാരത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ഭയാശങ്ക. കാരണം 2018-ലെയും 19-ലെയും പ്രളയം നമ്മൾ കണ്ടു, 2024-ലെ വയനാട്ടിലെ ദുരന്തം, മടിക്കയിലെ ദുരന്തം നമ്മൾ കണ്ടു, അതുപോലെ തന്നെ തുംഗഭദ്ര ഈ സുർക്കി ഡാമിന്റെ തകർച്ച, അതിന്റെ ഒരു ഭാഗവും നമ്മൾ കണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ഉത്കണ്ഠാകുലമായ ഒരു കാര്യമാണ്. സംസ്ഥാന ഗവൺമെന്റ് ശ്രീ പിണറായി വിജയൻ 2012 പറഞ്ഞു അന്ന് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം സുരക്ഷിതമാണ് എന്ന് പറയുന്നുവെങ്കിൽ അദ്ദേഹം അതിന്റെ കാരണം ഇന്ന കാരണങ്ങളാൽ ഈ ഡാം സുരക്ഷിതമാണ് പറയാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്.